ഞാൻ പറഞ്ഞല്ലോ 10,000 രൂപ വീതം കൊടുത്ത് ബീഹാറിൽ പിന്നെ ജയിക്കാൻ പറ്റിയത്, BJP ഗവൺമെന്റ് ജയിക്കാൻ പറ്റിയത് അവിടുത്തെ ഇൻകം സ്ഥിതി, അതായത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി അത്ര മോശമാണ്. തൊഴിൽ രാഹിത്യം, അതുപോലെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ള ഒരു ഏറ്റവും അതായത് പെർ ക്യാപിറ്റ ഇൻകം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ. അപ്പൊ അങ്ങനെയുള്ളിടത്ത് സ്ത്രീകള് 10,000 കൊടുക്കാമെന്ന് പറഞ്ഞ് പുരുഷന്മാരും അവിടെ ഇല്ല, അവരൊക്കെ തന്നെ വോട്ടും ചെയ്യില്ല. അപ്പൊ അവര് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നു, അവിടെയുള്ള സ്ത്രീകളാണ് വോട്ട് ചെയ്യുന്നത്. അവർക്ക് 10,000 രൂപ കൊടുത്ത് BJP ഗവൺമെന്റ്, അതാണ് എന്താ പറയുക ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയുന്നത്, അഥവാ പൊളിറ്റിക്കൽ ഡിപ്ലോമസി. അതുവഴിയായിട്ടാണ് അവിടെ BJP ജയിച്ച് വന്നത്. അത് ഭരിക്കുന്ന പാർട്ടിക്ക് പറ്റൂ, വേറെ ആർക്കും പറ്റില്ല. ഭരിക്കുന്ന പാർട്ടിക്ക് മാത്രമല്ലേ 10,000 രൂപ വീതം, അതായത് 1.5 കോടി പേർക്ക് 10,000 രൂപ വെച്ച് കൊടുക്കുമ്പോൾ 15,000 കോടി രൂപയാണ് ഒറ്റയടിക്ക് ചെലവഴിക്കേണ്ടി വരിക. ഒരു സംസ്ഥാന ഗവൺമെന്റിന് അതിന് പറ്റില്ല.